നമുക്ക് അടുത്ത പുസ്തകത്തിലേക്ക് പോകാം. 5-ാമത്തേത് ആവർത്തന പുസ്തകമാണ്. പഞ്ചഗ്രന്ഥങ്ങളിൽ അവസാനത്തേത് ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകം വാസ്തവത്തിൽ നിയമാവർത്തനം എന്നാണ് അറിയപ്പെടുന്നത്. ആവർത്തനം, ഡ്യൂട്രോണമി, ഇത് നിയമ ആവർത്തനം. മോശ ഒരു പ്രാവശ്യം കൂടെ ജനം കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് യാത്രകളുടെ പുസ്തകം, സംഖ്യാപുസ്തകം പഠിച്ചത് ഓർക്കുകയാണെങ്കിൽ ഇപ്പോൾ എവിടം വരെ എത്തി? മോവാബ് വരെ. മോവാബ് കടന്നാൽ അവർ വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. അവരപ്പം വാഗ്ദത്ത ദേശത്തിൻ്റെ തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ നിയമം ഒരു പ്രാവശ്യം കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് കാരണം? കാരണം ലളിതമാണ്. പഴയ തലമുറ നേരിട്ട് ന്യായപ്രമാണം കേട്ട തലമുറ പട്ടുപോയതുകൊണ്ട്, മരിച്ചു പോയതുകൊണ്ട്, മരുഭൂമിയിൽ അവർ മരിച്ചുപോയ കാര്യം കഴിഞ്ഞ പുസ്തകത്തിൽ പഠിച്ചല്ലോ. പുതിയൊരു തലമുറ നിലവിൽ വന്നിരിക്കുന്നത് കൊണ്ട് ആ തലമുറ നേരിട്ട് മോശയിൽ നിന്ന് ഈ പ്രമാണങ്ങൾ കേൾക്കേണ്ടത് ആവശ്യം, ഒന്നാമത്. രണ്ടാമത്, കേട്ട പ്രമാണങ്ങൾ അവർക്ക് ആക്ഷരികമായിട്ട് മാത്രം, അക്ഷരത്തിൻ്റെ പ്രമാണമായിട്ടാണ് ഇരുന്നത്. അത് ആത്മാവിൻ്റെ പ്രമാണമായിട്ട് ഗ്രഹിക്കേണ്ടതുണ്ടായിരുന്നു. പരിച്ഛേദന എന്ന് പറയുമ്പോൾ അവർ ശരീരത്തിൻ്റെ പരിച്ഛേദനയെക്കുറിച്ച് മാത്രമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ. പക്ഷേ മോശ അവരെ പഠിപ്പിച്ചു, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അപ്പോൾ അങ്ങനെ ആത്മീയമായിട്ട് ഈ പ്രമാണങ്ങളെ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നുള്ളതും കൂടി പഠിപ്പിക്കുന്നതിനായിട്ടാണ് നിയമം ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ശരിക്കും ആവർത്തനമെന്ന് പറഞ്ഞാൽ നിയമാവർത്തനമാണ്, ന്യായപ്രമാണത്തിൻ്റെ ഒരു ആവർത്തനമാണ്. അതിൻ്റെ അർത്ഥത്തിലും അതിൻ്റെ ആത്മാവിലും എങ്ങനെയാണ് ഗ്രഹിക്കേണ്ടത്. അക്ഷരത്തിൻ്റെ പ്രമാണമല്ല, ആത്മാവിൻ്റെ. കർത്താവും പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ജീവനും ആത്മാവും ആകുന്നു. അപ്പോൾ ആ തരത്തിൽ ഈ വചനത്തെ എങ്ങനെ എടുക്കണം എന്നുള്ളത് അവരെ ഗ്രഹിപ്പിക്കുകയാണ് ആവർത്തന പുസ്തകത്തിൽ. ആവർത്തന പുസ്തകത്തിനാകെ 34 അധ്യായങ്ങളാണുള്ളത്. 34 അധ്യായങ്ങളുണ്ട്. മോശയുടെ 5-ാം പുസ്തകമാണ്. പഞ്ചഗ്രന്ഥങ്ങൾ അവസാനത്തേതായതുകൊണ്ട് മോശയുടെ തന്നെയാണ് പുസ്തകം. 5 പുസ്തകങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങൾ മോശയുടേതാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. സോ ദിസ് ഈസ് ദി ലാസ്റ്റ് ബുക്ക് ഓഫ് മോസസ്. മോശയുടെ 5-ാം പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം. വിഭജനം 1 മുതൽ 11 വരെയും 12 മുതൽ 34 വരെയും. പുസ്തകത്തെ രണ്ടായിട്ട് വിഭജിക്കാം. 1 മുതൽ 11 വരെ, 12 മുതൽ 34 വരെ. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ വന്ന വഴി, ദൈവം നടത്തിയ വഴി ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ലുക്കിംഗ് ബാക്ക്വേഡ് എന്ന് വേണമെങ്കിൽ പറയാം. റിയർ വ്യൂ മിററിൽ പുറകിൽ എങ്ങനെയാണ്, നമ്മൾ ഏത് വഴിക്കാണ് വന്നതെന്നുള്ളത് ഒന്നുകൂടെ നോക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ഈ വഴിക്കൊക്കെയാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നത്. 12 മുതൽ 34 വരെയുള്ള അധ്യായങ്ങളിൽ ലുക്കിംഗ് ഫോർവേഡ്, മുമ്പിലുള്ളത് ഓർത്തുകൊണ്ട് യാത്ര തുടരുക. പിമ്പിലുള്ളത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇല്ല, ഞാനിപ്പോൾ റിയർ വ്യൂ മിറർ എന്ന് പറഞ്ഞു. വണ്ടി ഓടിക്കുന്ന ആളുകൾ ഈ റിയർ വ്യൂ മിററിൽ നോക്കിയാണോ വണ്ടി ഓടിക്കേണ്ടത്? വല്ലപ്പോഴും നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നോക്കേണ്ടത് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന വലിയ മിററാണ്. അപ്പോൾ അത് മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ച് ലക്ഷ്യത്തിലേക്ക് പോകണം. എന്നാൽ അപകടം വരാതിരിക്കാനും ഏത് വഴിക്കാണ് നമ്മൾ വന്നതെന്നുള്ളത് അറിയാനുമായിട്ട് ഇടയ്ക്ക് ഒന്ന് പുറകോട്ട് നോക്കണം. ആദ്യത്തെ 11 അധ്യായങ്ങൾ ലുക്കിംഗ് ബാക്ക്, 12 മുതൽ 34 വരെ ലുക്കിംഗ് ഫോർവേഡ്. മുമ്പിലുള്ളതിനെ ഓർക്കുക, പിമ്പിലുള്ളത് മറക്കുകയും വേണ്ട. മുമ്പിലുള്ളത് ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കണം, വന്ന വഴി ഓർക്കണം, ദൈവം നടത്തിയ വഴി ഓർക്കണം. 11 അധ്യായം 12 മുതൽ മുമ്പിലുള്ളത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അങ്ങോട്ട് ആഞ്ഞ് മുന്നോട്ട് പോകണം, ആ യാത്ര തുടരണം. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ആശയം ഒറ്റ വാക്കിൽ പറയാമോ എന്ന് ചോദിച്ചാൽ ഒബേ, അനുസരിക്കുക. അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മളോട് കൽപ്പിച്ചതൊക്കെ അനുസരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശയം. പ്രധാനപ്പെട്ട സന്ദേശം ഈ അനുസരണത്തിൻ്റെ ഉദ്ദേശവും ആവശ്യകതയും എന്തുകൊണ്ട് അനുസരിക്കണം. കാരണം ഇപ്പം പിള്ളേരൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയൊക്കെ പറയുന്നത്, ഞങ്ങൾ അനുസരിക്കേണ്ട കാര്യമുണ്ടോ, എന്തിനനുസരിക്കണം? അപ്പോൾ ദൈവം അനുസരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് അനുസരിക്കേണ്ടത്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്, ഈ കാര്യം ഈ പുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. അപ്പം റിവ്യൂയിങ് ദ പാസ്റ്റ് വിത്ത് ആൻ ഐ ടു ദ ഫ്യൂച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പാസ്റ്റ് നോക്കണം, എന്നിട്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി അതിൽ നിന്ന് ആർജിക്കണം. അനുസരണത്തിലൂടെ വരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ പുസ്തകം കൃത്യമായിട്ട് അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയുകയാണെങ്കിൽ, നാം ദൈവത്തെ അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ, ദീർഘായുസ് ഉണ്ടാകുവാൻ എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സോ ലൈഫ് കംസ് ത്രൂ ഒബീഡിയൻസ്. അനുസരണം വഴി വേണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ പുസ്തകത്തിൽ പഠിച്ചൊരു കാര്യം മാത്രം ഓർക്കുകയാണെങ്കിൽ, ഒരു പിച്ചള സർപ്പത്തെ, താമ്ര സർപ്പത്തെ ഉയർത്തി നിർത്തിയിട്ട്
പാമ്പിൻ്റെ കടി ഏൽക്കുന്നവൻ നോക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നോക്കുക എന്ന് പറയുന്നതിനകത്ത് വിശ്വാസവും അനുസരണവും ഉണ്ട്. വിശ്വാസവും അനുസരണവും. നോക്കിയാൽ ജീവിക്കും, അനുസരിച്ചാൽ ജീവിക്കും. അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജീവനില്ലാത്തവരായി മരിച്ചു പോകും. അതുകൊണ്ട് ജീവൻ അനുസരണത്തിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ വാഗ്ദത്ത നാടായ കനാനിൽ എത്തണമെങ്കിൽ നമുക്ക് അനുസരണം വേണം. കാരണം വഴിയൊന്നും നമുക്കറിയാൻ പാടില്ല, ഏത് തരത്തിൽ പോകണം, ശത്രുക്കളെ നേരിടേണ്ടത് അറിയാൻ പാടില്ല. അപ്പോൾ ദൈവമാണ് അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. ഞാൻ നേരത്തെ യാത്രകളുടെ പുസ്തകത്തിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എപ്പം മേഘം ഇരിക്കുമെന്നും എപ്പം മേഘം പൊങ്ങുമെന്നും ഒക്കെ ആരാ തീരുമാനിക്കുന്നത്? ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവം പറയുമ്പോൾ ചെയ്യാനായിട്ട് പുറപ്പെടാൻ നിൽക്കാനൊക്കെ അനുസരണം വഴി മാത്രമേ കനാൻ ദേശത്ത് എത്തിച്ചേരാനൊക്കെ ഉള്ളൂ. ശത്രുക്കളുടെ മേൽ ജയം അനുസരണം വഴിയാണ്. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ നമുക്ക് ഇനി കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ പല രാജാക്കന്മാരും ശത്രുക്കളെ ജയിച്ചത് ദൈവം പറഞ്ഞ വഴിക്ക് പോയപ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. അവരുടെ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രമല്ല. അപ്പോൾ ജയം കിട്ടണമെങ്കിൽ അനുസരണം, അഭിവൃദ്ധി, അനുഗ്രഹം അല്ലെങ്കിൽ സമൃദ്ധി, സന്തോഷം, ഇതെല്ലാം അനുസരണം വഴിയാണ് വരുന്നത്. അപ്പം ജീവൻ, വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചേരൽ, ശത്രുക്കളുടെ മേലുള്ള ജയം, സമൃദ്ധി, സന്തോഷം, ഇതൊക്കെ അനുസരണം വഴി വന്ന അനുഗ്രഹങ്ങളാണ് എന്ന് മറന്നു പോകരുത്. അപ്പോൾ ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് അവരനുസരണമുള്ള ഒരു കൂട്ടമായിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. പലപ്പോഴും ദൈവം അത് പറഞ്ഞിട്ടുണ്ട്. ഇവരിങ്ങനെ അനുസരിക്കുന്ന ഒരു കൂട്ടമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ 1-2 വാക്യങ്ങൾ വേണമെങ്കിൽ വായിപ്പിക്കാം. 5-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം, 5-ാം അധ്യായത്തിൻ്റെ ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ, എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിന് ഇങ്ങനെ അവർ അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കുവാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിന് ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്ന്. കണ്ടോ? കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിന്, അനുസരിക്കേണ്ടതിന് ഉള്ള ഇങ്ങനെയുള്ള ഒരു ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ. കാരണം ഇവരുടെ ഹൃദയം ഇടയ്ക്കൊക്കെ ഇങ്ങനെ അനുസരിക്കാതെയും വിശ്വാസമില്ലാതെയൊക്കെ പോകുമല്ലോ. അപ്പോൾ ദൈവം തന്നെ പറയുകയാണ്, ഈ വിശ്വസിക്കുന്ന ഒരു ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്ന്. അങ്ങനെയല്ലേ പറഞ്ഞത്? എത്ര നന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, എന്തുകൊണ്ട് അനുസരിക്കണം, അതിൻ്റെ കാരണം എന്താണ്? ഞാൻ ചില കാരണങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണെങ്കിൽ 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു. മക്കൾ എന്ത് ചെയ്യണം? മക്കൾ അമ്മയപ്പന്മാരെ, എനിക്ക് തോന്നാൻ വാക്യം ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലെ? നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ആരാണ്? മക്കൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. അമ്മയപ്പന്മാരെ അനുസരിക്കണം. ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ തീർച്ചയായിട്ടും ബഹുമാനിക്കണം, അനുസരിക്കണം. നമ്മൾ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പീൻ എന്ന് ഒക്കെ പഠിപ്പിക്കുന്ന ഓർക്കുന്നില്ല? നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ദൈവം നമ്മളോട് അനുസരിക്കണം എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു. യു ആർ ചിൽഡ്രൻ, സോ യു ഹാവ് ടു ഒബേ, യു ഹാവ് ടു റെസ്പെക്റ്റ്. ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് മക്കളുടെ ഉത്തരവാദിത്തമാണ്. 4-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കാണുന്നുണ്ട്. ഇവരെ ഇങ്ങനെയൊക്കെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുവാനായിട്ട് ദൈവം കണ്ടെത്തിയ ഒരു കാരണം ദൈവം പറയുന്നത്, നിങ്ങളെല്ലാവരെക്കാളും ശ്രേഷ്ഠന്മാരും എണ്ണത്തിൽ പെരുകിയവരും ഒന്നും ആയതുകൊണ്ടല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, അതുകൊണ്ടാണ്. നിന്റെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവൻ അവരുടെ സന്തതിയെ തിരഞ്ഞെടുത്തു. നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് തിരഞ്ഞെടുത്തത്. അല്ല നിങ്ങൾ മഹാന്മാരായതുകൊണ്ടോ എണ്ണത്തിൽ പെരുപ്പമുള്ളവരായതുകൊണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുകളുള്ളതുകൊണ്ടോ ഒന്നുമല്ല. ജസ്റ്റ് ബിക്കോസ്. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചെങ്കിൽ, നമ്മൾ പുതിയ നിയമത്തിലൊക്കെ പഠിക്കുന്നതാ, ഈ അനുസരണം എളുപ്പമാകുന്നത് സ്നേഹം ഉണ്ടെങ്കിലാണ്. ദൈവത്തോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്നേഹിക്കുന്നവരെ അനുസരിക്കും, അല്ലേ? കുറഞ്ഞ വർഷം നിങ്ങൾ കമിതാക്കളെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക. പാതിരാത്രിക്ക് ഇറങ്ങി വരണമെന്ന് പറഞ്ഞാൽ സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇറങ്ങി വരികയല്ലേ? കമിതാക്കളെ ഇവരാരും കണ്ടിട്ടില്ല. അപ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്, നമുക്ക് കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും അനുസരിക്കും. അപ്പോൾ സ്നേഹം അനുസരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പടിയാണെന്നുള്ള കാര്യം ഓർക്കുക. 7-ാം അധ്യായത്തിലൊക്കെ ഇത് ആവർത്തിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിൽ പറഞ്ഞു, എന്തുകൊണ്ട് അനുസരിക്കണം, പ്രമാണിക്കണം? നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന്, നിനക്കും നിന്റെ മക്കൾക്കും നന്നായിരിക്കേണ്ടതിന്, നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് സദാകാലത്തേക്ക് നൽകുന്ന ദേശത്ത് നീ ദീർഘായുസോടെ ഇരിക്കേണ്ടതിനും. അപ്പൊ നന്നായിരിക്കണമെങ്കിൽ, ദീർഘായുസോടെ ഇരിക്കണമെങ്കിൽ ഞാനിന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കണം. പ്രമാണിച്ചാൽ നന്നായിരിക്കും, ദീർഘായുസോടെ ഇരിക്കും. 6-ാം അധ്യായത്തിൻ്റെ
2, 3 വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ഈ കാര്യം പലയിടത്തും ആവർത്തിച്ചിട്ടുണ്ട്. നീ ദീർഘായുസോടിരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. ആകയാൽ ഇസ്രായേലെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കുക. 24 വാക്യം, 6 അധ്യായത്തിന്റെ 24 വാക്യം വായിച്ചാൽ, എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിന് ഇന്നത്തെ പോലെ അവൻ നമ്മെ ജീവനോട് രക്ഷിക്കേണ്ടതിനുമായി നാം നമ്മുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാനും ഈ എല്ലാ ചട്ടങ്ങളും ആചരിക്കുവാനും യഹോവ നമ്മളോട് കൽപ്പിച്ചു. അപ്പൊ നന്നായിരിക്കുവാൻ, കണ്ടോ, ദൈവം നമ്മൾ നന്നായിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പറയുന്നത് അനുസരിക്കണം, ദൈവം പറഞ്ഞതൊക്കെ കേൾക്കണം. 4 അധ്യായത്തിന്റെ 7, 8 വാക്യങ്ങളിൽ നമ്മളോട് പറയുന്നത് ദൈവം നമ്മെ വിടുവിച്ചതിലുള്ള നന്ദി സൂചകമായിട്ട് നാം അനുസരിക്കണമെന്നാണ്. 4 അധ്യായത്തിന്റെ 7, 8 വാക്യങ്ങൾ വായിച്ചാൽ, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിച്ചപ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ, ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതാ ഉള്ളത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ സകല ന്യായ പ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? അപ്പൊ ഇത്ര ശ്രേഷ്ഠമായ ഒരു ജാതിയായിട്ട് നമ്മളെ ദൈവം എടുത്തിരിക്കുകയാണെങ്കിൽ ആ ശ്രേഷ്ഠമായിട്ടുള്ള വിധികൾ അവൻ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നാം അത് എന്ത് ചെയ്യണം? അനുസരിക്കണം, പ്രമാണിക്കണം. 4 അധ്യായത്തിൻ്റെ 33 ഒന്ന് വായിച്ചാൽ, 4:33, 4 അധ്യായം കയ്യിലിരിക്കുകയാണുള്ളത് കൊണ്ട് 33 വാക്യം വായിക്കാം. ഏതൊരു ജാതിയെങ്കിലും നീ കേട്ടതുപോലെ തീയുടെ നടുവിൽ നിന്നും സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ജീവനോട് ഇരിക്കുകയും ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായ യഹോവ മിസ്രയിൽ വെച്ച് നീ കാണുക നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെയൊക്കെയും പരീക്ഷകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധം, ബലമുള്ള കൈ, നീട്ടിയ ഭുജം, വലിയ ഭയങ്കര പ്രവൃത്തികൾ എന്നിവയാൽ ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ നിന്നും തനിക്കായി ചെന്നെടുക്കുവാൻ ഉദ്യമിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അപ്പം ഇത്രയും ദൈവം ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നന്ദി സൂചകമായിട്ട് ദൈവം പറയുന്നത് കേൾക്കണം. 5:6, 5 അധ്യായത്തിന്റെ 6 അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായി ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. എന്നെ വിടുവെച്ചത് ഞാനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. എന്നെ നിങ്ങൾ അനുസരിക്കണം, അനുഗമിക്കണം. അതുകൊണ്ട് ദൈവം അവർക്ക് എപ്പോഴും ഇങ്ങനെ അനുസരിക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹിച്ചതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെൻ്റെ മക്കളാണ്, അല്ലേ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് നന്നായിരിക്കുവാനും ദീർഘായുസോടെ ഇരിക്കുവാനും നിങ്ങൾ ഇങ്ങനെ വിടുവിക്കപ്പെട്ട ഒരു ശ്രേഷ്ഠ ജാതി ആയിരിക്കുന്നത് കൊണ്ട് ദൈവം വിടുവിച്ചതിന് പ്രത്യുപകാരം അല്ലെങ്കിൽ നന്ദി എന്നുള്ള നിലയ്ക്ക് ദൈവം പറയുന്നത് പ്രമാണിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം നമ്മളോട് പ്രധാനമായിട്ട് പറയുന്ന കാര്യം നാം അനുസരിക്കണം എന്നുള്ള കാര്യമാണ് എന്ന് ഓർക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിലൊന്ന് ആവർത്തന പുസ്തകമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം യേശു ആദ്യമായിട്ട് തിരുവചനത്തിൽ നിന്ന് ഉദ്ധരിച്ചത് ഏത് പുസ്തകത്തിൽ നിന്നായിരുന്നു? ആവർത്തന പുസ്തകത്തിൽ നിന്നായിരുന്നു. എപ്പോഴാതെന്ന് ഓർമ്മയുണ്ടോ? പ്രലോഭനത്തിൻ്റെ സമയത്ത് പ്രലോഭനങ്ങൾ തൻ്റെ മുമ്പിൽ വന്നപ്പോൾ കല്ലുകൾ അപ്പമായി തീരുവാൻ പറഞ്ഞപ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. മത്തായി 4 അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസ് 4:1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലുമാണ് യേശുവിൻ്റെ പ്രലോഭനം കിടക്കുന്നത്. അവിടെ ഉദ്ധരിച്ചതെല്ലാം ആവർത്തന പുസ്തകത്തിൽ നിന്നാണ്. വായിച്ചു. യേശു അവനോട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എവിടെ എഴുതിയിരിക്കുന്നു? എവിടെ എഴുതിയിരിക്കുന്നു? അവിടെ താഴെയല്ല എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഉദ്ധരിച്ചത്. എവിടെ എഴുതിയിരിക്കുന്നത്? നമുക്കൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകത്തിലേക്ക് തിരിച്ചു വന്നാൽ 8 അധ്യായത്തിൻ്റെ 3 വാക്യം വായിച്ചാട്ട്. ഈ 3 പ്രലോഭനങ്ങളിലും ഉത്തരം പറഞ്ഞത് ആവർത്തന പുസ്തകത്തിൽ നിന്നാണ്. 8:3. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വാക്യമാണ് കർത്താവ് ആദ്യം ഉദ്ധരിച്ചത്. 6 അധ്യായത്തിൻ്റെ 16 വാക്യം വായിച്ചാട്ട്. ആവർത്തന പുസ്തകം 6 അധ്യായത്തിൻ്റെ 16 വാക്യം വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഉത്തരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ മസയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. ഇതാണ് കർത്താവ് രണ്ടാമത് ഉദ്ധരിച്ചത്. ദൈവമായ കർത്താവിനെ നിങ്ങൾ പരീക്ഷിക്കരുത്.
6:13 വായിച്ചാൽ, 6-ാം അധ്യായത്തിന് നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം, അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. അവനെ സേവിക്കണം, ദൈവത്തെ അല്ലാതെ വേറെ ആരെയും സേവിക്കരുത്. എന്നെ ഒന്ന് നമസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ വേറെ ആരെയും സേവിക്കരുത്. 10:20, ആവർത്തനം 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം, അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. സത്യം ചെയ്യണമെന്ന് അവനെ ആരാധിക്കാമെന്നായി പറഞ്ഞത്. അതുകൊണ്ട് ഈ പ്രലോഭനം വന്ന സമയത്ത് യേശുവിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന വചനങ്ങളൊക്കെ ആവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വചനങ്ങളായിരുന്നു. ഈ വചനങ്ങളാണ് ആദ്യം യേശു പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചത്. പിന്നീട് പലതും ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റാർട്ടിങ് ഇവിടെയാണെന്നുള്ളത് കൊണ്ടാണ് കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്ന് ഇതാണ് എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഇതിൽ നിന്നാണല്ലോ ആദ്യം ഉദ്ധരിച്ച വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. 8:3, 6:16, 6:13, 10:20 മുതലായ വാക്യങ്ങൾ. ഇത് മത്തായിയും ലൂക്കോസും 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതുമായിട്ട് താരതമ്യം ചെയ്യണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പ്രവാചകന്മാർ വന്ന കാലഘട്ടത്തിൽ, പ്രവചന കാലഘട്ടം വരുന്നുണ്ട്, പ്രവാചകന്മാരുടെ പുസ്തകമുണ്ട്. ഈ പ്രവചന കാലഘട്ടത്തിൽ പ്രവാചകന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഈ പുസ്തകം തന്നെയായിരുന്നു. ഈ പുസ്തകത്തിൽ നിന്നാണ് അനേകം വാക്യങ്ങൾ ഉദ്ധരിച്ചിട്ട് ഇങ്ങനെ ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളതിൽ പരാജയപ്പെട്ടു എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് കർത്താവിന് മാത്രമല്ല പ്രവാചകന്മാർക്കും ഇഷ്ടപ്പെട്ട പുസ്തകം. ഈ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ച് പിശാചിനെ നേരിട്ടപ്പോൾ പിശാച് ഭയപ്പെട്ടു പോയെന്നുള്ള കാര്യം അറിയാമല്ലോ. അവൻ എല്ലാം പരീക്ഷയൊക്കെ മതിയാക്കി പോയില്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകത്തിന് ആർക്ക് പേടിയുണ്ട്? പിശാചിന് ഈ പുസ്തകം വേദപുസ്തകത്തെ തന്നെ പേടിയാണ്. അതുകൊണ്ടാണല്ലോ വചനമെന്ന ആത്മാവിൻ്റെ വാള് പിശാചിനെതിരെ ഉപയോഗിച്ചോളാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ അനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യം കണ്ടത്. ദൈവവചനം അനുസരിച്ച് നിൽക്കുന്ന ഒരാളെയും പിശാചിനെ തൊടാനോ പിശാചിനെ ഉപദ്രവിക്കുവാനോ കഴിയുകയില്ല. അതുകൊണ്ട് വചനത്തിൻ്റെ നിറവിൽ നിൽക്കുന്നതിന് ഈ പുസ്തകം നമ്മളെ പ്രത്യേകം പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. Satan frightens at the word of God, especially Deuteronomy. പിശാചിന് വചനത്തെ മുഴുവൻ പേടിയാണ്. വചനമെന്ന വാളുകൊണ്ടാണ് കർത്താവ് ജയിച്ചത്. അത് പ്രധാനമായിട്ട് ഈ പുസ്തകത്തിൽ. കാരണം ഈ പുസ്തകം നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അനുസരിക്കുക എന്നുള്ളതാണ്. അതുവഴിയാണ് അനുഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ദീർഘായുസ്, നന്നായി ഈ നന്മയൊക്കെ മുടക്കാൻ പിശാച് വരുന്നതെന്നൊക്കെ പറഞ്ഞ ആളുകളിങ്ങനെ പേടിപ്പിക്കാറില്ലേ. അപ്പോൾ ശാപം വരുന്നു, അതിനൊക്കെ ഉള്ള മറുപടിയല്ല ഈ പുസ്തകത്തിലുണ്ട്. അനുസരിച്ചാൽ മതി. ആരെ അനുസരിച്ചാൽ മതി? ദൈവവചനത്തെ അനുസരിച്ചാൽ മതി. ഒരു തിന്മയും വരികയില്ല, ദീർഘായുസ് ഉണ്ടാകും, സമൃദ്ധി ഉണ്ടാകും. എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം വേണമെങ്കിൽ എല്ലാം ദൈവവചനത്തിലുണ്ട്. ആ വചനത്തിലില്ലാത്തതൊന്നുമില്ല എന്ന് ഓർക്കുക. ആവർത്തന പുസ്തകത്തിൽ ക്രിസ്തുവിൻ്റെ സുന്ദരമായൊരു പ്രതീകമുണ്ട്. ആ പ്രതീകം കൊണ്ട് നമുക്ക് നോക്കാം. 18-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശ പറഞ്ഞു, യഹോവ നിങ്ങൾക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും, അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ഓക്കെ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും, അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. അവിടെ എന്നെ പോലെ ഒരു പ്രവാചകനെ എന്ന് പറഞ്ഞത്, യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്? യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. എന്നിട്ട് പറഞ്ഞു, അവൻ്റെ വചനം നിങ്ങൾ കേൾക്കണം, അവൻ്റെ വചനം നിങ്ങൾ കേട്ട് പ്രമാണിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ പ്രസ്താവന നിൽക്കുന്നത് എന്ന് ഓർക്കുക. ആവർത്തന പുസ്തകത്തിൽ അനുസരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യം കാണിക്കുന്ന ചില വാക്യങ്ങൾ ഒന്നുകൂടെ വായിപ്പിക്കാൻ പോവുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ വായിച്ചിരുന്നു. ആ വാക്യം പൂർണ്ണമായിട്ട് നമുക്കൊന്ന് വായിക്കാം. 5:29. അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കുവാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിന് എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്ന്. ദൈവഹൃദയത്തിൻ്റെ ഒരു ആഗ്രഹമാണ് വാക്യം, അല്ലേ? എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിന് അനുസരിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്ന്. എന്ത് മനസ്സിലായി അതിനകത്തുനിന്ന്? നമുക്ക് എപ്പോഴും ആ മനസ്സില്ലെന്ന്. ഇടയ്ക്കൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കുറച്ച് സമയത്ത് നല്ല പ്രസംഗം കേൾക്കുമ്പോൾ ഒക്കെ, അല്ലെങ്കിൽ ഒരു ആവേശം ഉണർത്തുന്ന വികാരം ഇളക്കുന്ന ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഒക്കെ ഞാനിപ്പോൾ അനുസരിച്ച് കളയെന്നൊക്കെ പറയും. പക്ഷേ കഷ്ടതകളുടെയും പ്രയാസത്തിൻ്റെയും, അല്ലേ, ശത്രുക്കളുടെയും ചാലഞ്ചസിൻ്റെ ഒക്കെ മുമ്പിൽ അവരോടൊക്കെ പരാജയപ്പെട്ടു പോയത്. മല്ലന്മാരായ ശത്രുക്കളെ കണ്ടപ്പോൾ, ആഹാരം അവർ പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ലെന്ന് വന്നപ്പോൾ ഒക്കെ അവർക്ക് പ്രമാണിക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് എപ്പോഴും
ഇങ്ങനെയുള്ളൊരു മനസ്സ്. നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം കൃത്യമായിട്ട് പ്രമാണിക്കുവാൻ പറ്റിയ ഒരു ഹൃദയം എപ്പോഴും അവർക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്ന്. 10-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ നമുക്ക് നോക്കാം. 10-ാം ആകയാൽ ഇസ്രായേലേ നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? വേറൊന്നും ചോദിക്കുന്നില്ലെന്ന്. ഇതെല്ലാം പ്രമാണിക്കണം. ഞാൻ പറഞ്ഞതെല്ലാം പ്രമാണിക്കണം. നിങ്ങൾ എത്തിച്ചേരുന്ന ദേശത്തുള്ള ജാതികളുടേതൊന്നും കണ്ടു പഠിക്കരുത്, വിട്ടുപോകുന്നിടത്തുള്ളതും പഠിക്കരുത്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കൽപ്പനകളൊക്കെയും പ്രമാണിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 11-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചേർത്ത് വായിക്കാം. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വെക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. അപ്പൊ അനുസരിക്കുന്നില്ലെങ്കിൽ ശാപം, അനുസരിക്കുന്നെങ്കിൽ അനുഗ്രഹം. ഈ അനുഗ്രഹം വാഗ്ദാനം ചെയ്യുന്ന പ്രഭാഷകന്മാരൊക്കെ ഇപ്പോൾ ഉണ്ട്. അവർ ഇതിൻ്റെ ഈ മുൻവശത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ പ്രമാണിക്കാനുള്ളതാണ്. അതൊക്കെ പ്രമാണിക്കുമ്പോഴാണ് അനുഗ്രഹം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. 28:1 നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. കണ്ടോ, ദൈവം ഉന്നതമാക്കണമെങ്കിൽ അവന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച്. ഇങ്ങനെ എത്ര വാക്യങ്ങൾ വേണമെങ്കിൽ ഈ പുസ്തകത്തിൽ നിന്ന് വായിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആവർത്തന പുസ്തകം നമ്മളോട് അനുസരിക്കുവാൻ ആവശ്യപ്പെടുന്ന പുസ്തകമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 5 പുസ്തകങ്ങൾ അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങൾ, മോശ എഴുതിയ 5 ഗ്രന്ഥങ്ങൾ റിവ്യൂ ചെയ്തു, പെട്ടെന്നൊന്ന് പരിശോധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് 10-15 മിനിറ്റ് വീതം എടുത്ത് ഈ 5 പുസ്തകങ്ങൾ പരിചയപ്പെടുവാനായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ സമയം കണ്ടെത്തി. ഈ 5 പുസ്തകങ്ങളുടെ ഒരു പ്രാധാന്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന സന്ദേശം ഈ 5 പുസ്തകങ്ങളിൽ കിടപ്പുണ്ട്. ഈ 5 പുസ്തകങ്ങൾ മനസ്സിലായാൽ വേദപുസ്തകം മുഴുവൻ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഈ പുസ്തകങ്ങളൊന്നും വായിക്കാതെ നേരെ നമുക്കിഷ്ടമുള്ള പുതിയ നിയമത്തിലെ ഏതെങ്കിലും ഒരു പുസ്തകത്തിലേക്കോ സങ്കീർത്തനത്തിലേക്കോ പോയാൽ ദൈവത്തിൻ്റെ ആലോചനകൾ അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ സന്ദേശം പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഉൽപ്പത്തിയിലേക്കൊന്ന് മടങ്ങി വന്നാൽ, ഉൽപ്പത്തിയിൽ നമ്മൾ കണ്ടത് ദൈവം അഖിലാണ്ടത്തെയും നമ്മളെയും സൃഷ്ടിച്ചതിൻ്റെ ചരിത്രമാണ്. എന്നാൽ ആ സൃഷ്ടി അതിൻ്റെ ലക്ഷ്യത്തിൽ നിൽക്കാതെ മനുഷ്യന് വീഴ്ച, പരാജയം വരുന്നത് നമ്മൾ കാണുന്നു. സൃഷ്ടി വീഴ്ച. പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിർത്തിക്കളയുന്നില്ല. ദൈവം സൃഷ്ടിച്ചതിനകത്തൊരു വൈകല്യം ഉണ്ടായി, ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവം പ്രവൃത്തി നിർത്തുന്നില്ല. നാം വായിക്കുന്നത് എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ദൈവം തൻ്റെ പ്രവൃത്തി ഒരിക്കലും നിർത്തിക്കളയുന്നില്ല. ദൈവം തൻ്റെ പ്രവൃത്തി തുടരുകയാണ് ചെയ്യുന്നത്. പുറപ്പാട് മുതൽ ആവർത്തന പുസ്തകം വരെ നമ്മൾ വരുമ്പോൾ ദൈവം മനുഷ്യർക്കായിട്ട് പിന്നെയും പ്രവർത്തിക്കുകയും ദൈവത്തിൻ്റെ പദ്ധതികൾ അനാവരണം ചെയ്യുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. അപ്പോൾ ഒന്നാമത് മനസ്സിലാക്കണം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വിത്ത് എ പ്ലാൻ. ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ എവ്രി വൺ. മാനവജാതിയെക്കുറിച്ച്, നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കായിട്ടാണ് നമ്മളെ ഉണ്ടാക്കിയത്, വെറുതെ ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്നാൽ അതിലൊരു ഫെയിലിയർ, ഒരു വീഴ്ച സംഭവിച്ചപ്പോൾ എന്നാൽ പിന്നെ പോട്ടെ എന്ന് വെച്ച് തള്ളിക്കളയാതെ ദൈവം എന്ത് ചെയ്തു? ഗോഡ് ഈസ് എക്സ്പാൻഡിങ് ഹിസ് പ്ലാൻ, ഗോഡ് ഈസ് റിവീലിങ് ഹിസ് പ്ലാൻ. ദൈവത്തിൻ്റെ പദ്ധതി പിന്നെയും വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോ പുസ്തകത്തിലും ആ പദ്ധതി എങ്ങനെ അനാവരണം ചെയ്തതെന്നുള്ളത് ഓരോ വാചകത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉൽപ്പത്തിയിൽ ജനിച്ച അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അവൻ്റെ പാപം നിമിത്തം അടിമത്തത്തിലേക്ക്, ബോണ്ടേജിലേക്ക് പോവുക ചെയ്യുന്നത് അല്ലേ? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ദൈവം സൃഷ്ടിച്ചു, പാപം ചെയ്തു, പരിണിത ഫലമായിട്ട് നമ്മൾ പുറപ്പാട് പുസ്തകം തുറക്കുമ്പോൾ കാണുന്നത് ഒരു ജനം
അടിമത്തത്തിൽ അല്ലേ, അടിമപ്പണി ചെയ്യുന്നതായിട്ടല്ലേ, അവർ കഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ദുഃഖിച്ചു, കഷ്ടപ്പെട്ടു, കണ്ണുനീര്, സങ്കടം, മുറവിളി, കാഠിന്യം, വല്ലാതെ കഷ്ടപ്പെടുന്നു. സോ ഫ്രം ബർത്ത് ടു ബോണ്ടേജ് എന്ന് വേണമെങ്കിൽ പറയാം. ജനനം മുതൽ മനുഷ്യൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അടിമത്തത്തിലേക്കാണ്. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭ ഭാഗത്ത് നമ്മൾ ഈ ബോണ്ടേജ് കാണുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ റിഡംഷൻ, ദൈവത്തിൻ്റെ ആ നീട്ടിയ ഭുജത്താൽ, ബലമുള്ള കയ്യാൽ ദൈവം തൻ്റെ ജനത്തെ ഉദ്ധരിച്ച് വിടുവിച്ച് വീണ്ടെടുത്ത് അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് സ്വതന്ത്രരാക്കുന്ന ദൈവത്തിൻ്റെ ഡെലിവററെ അയച്ച് ദൈവം അത്ഭുതകരമായിട്ട് അവരെ വിടുവിക്കുന്നതാണ് നാം കാണുന്നത്. സോ ഗോഡ് ചൂസസ്, ഗോഡ് കോൾസ്, ഗോഡ് സെപ്പറേറ്റ്സ് ആൻഡ് ഗോഡ് സാങ്ക്ടിഫൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവം തിരഞ്ഞെടുത്തു, ലോക സ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തവരെ വിളിച്ചവരെ വേർതിരിച്ചവരെ വിശുദ്ധീകരിച്ചു, അവരെ തേജസ്സിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ് വേദപുസ്തകം നമുക്ക് നൽകുന്നത്. അതെല്ലാം ഈ ആദ്യത്തെ പുസ്തകങ്ങളിൽ ഉണ്ട്. അതിന് ദൈവത്തോട് ചേർന്ന് മനുഷ്യൻ നിൽക്കണം. മനുഷ്യൻ ചേർന്ന് നിൽക്കാതെ പിശാചിനോട് ചേർന്ന് നിന്നതാണ് പരാജയത്തിൽ കലാശിച്ചത്. അതുകൊണ്ട് ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവം എന്താ ചെയ്തത്? ബ്രിങ്ങിങ് ദം നിയർ, ദൈവത്തോട് അടുപ്പിക്കുക ത്രൂ ബ്ലഡ്, ആ രക്തം മറുവിലയായിട്ട് കൊടുത്ത് യാഗം വഴി പാപപരിഹാരം ഉണ്ടാക്കിയിട്ട് ദൈവത്തോട് അടുപ്പിച്ച് നിർത്തിയിട്ട് ദൈവം ഇൻസ്ട്രക്റ്റ് ചെയ്യുകയാണ്. ദൈവം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു, ആരാധിക്കുവാനായിട്ട് പഠിപ്പിക്കുന്നു, സമാഗമന കൂടാരത്തിൽ അവരെ കൊണ്ടുവരുന്നു. അപ്പോൾ ദൈവം കൈവിട്ട് കളയുന്നില്ല. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം അല്ലേ. ഒരു അടിമത്തത്തിലേക്ക് പോയ ദൈവത്തിൻ്റെ ആശയങ്ങളിൽ നിന്ന്, ആഗ്രഹങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയ മനുഷ്യനെ ഉപേക്ഷിച്ച് കളയാതെ അവനെ ദൈവത്തിൻ്റെ രക്ഷണീയ വേലയിലേക്ക് ദൈവം അടുപ്പിക്കുകയും ചേർത്ത് നിൽക്കുകയും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവനെ ആരാധിക്കുവാനും വിശുദ്ധി കാത്ത് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാനും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് നമ്മൾ സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് ദൈവം മേഘം പൊങ്ങുമ്പോൾ യാത്ര ചെയ്യാനും ദൈവത്തിൽ വിശ്വസിക്കുവാനും ഒക്കെ അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് അവരുടെ വിശ്വാസത്തെ തെളിയിച്ചിട്ട് അവരുടെ വിശുദ്ധിയിൽ അവരെ പൂർണ്ണതയുള്ളവരാക്കിയിട്ട് അവരോട് പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് എൻ്റെ കൂടെ സഞ്ചരിക്കണം. എന്നിട്ട് ആവർത്തന പുസ്തകത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, അവർ ലൈഫ് ഈസ് എ ലൈഫ് ഗോയിങ് ടു എ ഗോൾ. ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന ഒരാളുടെ ചിത്രമാണ് ഇതിനകത്തുള്ളത്. ആ ലക്ഷ്യം തെറ്റിക്കുന്നതിന് പലപ്പോഴും ശത്രു പിശാച് ശ്രമിക്കുന്നു. പാപം എന്നുള്ളതിന് പഴയ നിയമത്തിലുള്ള ഒരു അർത്ഥം തന്നെ ലക്ഷ്യം തെറ്റിക്കുക എന്നാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ട്. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. പക്ഷേ ഈ ലക്ഷ്യത്തിൽ നമ്മളെ വ്യതിചലിപ്പിക്കുവാൻ പിശാചും പാപവും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എ ജേണി ഈസ് ടിപ്പിഫൈഡ് എന്ന് മറന്നു പോകരുത്. ഒരു യാത്രയാണ് ഇവിടെ ഇതാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടല്ലേ പരദേശി മോക്ഷയാത്ര കേട്ടിട്ടില്ലേ? ജോൺ ബെനിയൻ്റെ പരദേശി മോക്ഷയാത്ര. പരദേശിയാണ്, മോക്ഷത്തിലേക്ക് യാത്ര ചെയ്യുന്നവനാണ്. ഈ ഒരു ചിത്രം ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ കിടപ്പുണ്ട്. എന്താണ് ആ യാത്ര? ഫ്രം ബോണ്ടേജ് ടു എ പ്രോമിസ്ഡ് ലാൻഡ് അല്ലേ. അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക്, ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ ചിത്രമാണ് ഈ പുസ്തകത്തിൽ, ഈ 5 പുസ്തകങ്ങളിലും കിടക്കുന്നത്. സോ വി ആർ ഗോയിങ് ടു എ ഗോൾ എന്നുള്ള കാര്യം ഓർക്കണം. നമ്മൾ ഈ ആവർത്തന പുസ്തകം വിട്ട് യോശുവയുടെ പുസ്തകത്തിലേക്ക് അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കും. യോശുവയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് വി ആർ റീച്ചിങ് ദ ഗോൾ. ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വാഗ്ദത്തം അത് ലഭിച്ചു എന്ന് വരാതിരിക്കേണ്ടതിന് സൂക്ഷിക്കണം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. നമ്മൾ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. പക്ഷെ അവിടെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനായിട്ട് അടുത്ത പുസ്തകത്തിലേക്ക് കയറാൻ വേണ്ടി ഞാൻ പറയുക, നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ വാഗ്ദത്ത നാട് മുമ്പിലുണ്ട്. അതിലേക്ക് പ്രവേശിക്കാൻ ചെല്ലുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ട്, കോൺകസ്റ്റ് ഉണ്ട് ഇല്ലേ. അവിടെ ഒരുപാട് ജാതികളുണ്ട്, യുദ്ധങ്ങളുണ്ട്. ഇതിനെല്ലാം പരിഹരിച്ചെങ്കിൽ മാത്രമേ, പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് രാജ്യം കൈവശപ്പെടുത്തുവാനും നമുക്ക് സ്വൈര്യ ജീവിതം നയിക്കുവാനും കഴിയുകയുള്ളൂ. അപ്പോൾ ഇതൊരു ജേണിയാണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ജേണി. ഒരു ലക്ഷ്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവർ, ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവർ. എന്നാൽ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിനായിട്ട് പല ആളുകൾ ശ്രമിക്കുമ്പോൾ നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ വിടുവിക്കുവാൻ, നമ്മളെ പോഷിപ്പിക്കുവാൻ, നമ്മളെ അനുഗ്രഹിക്കുവാൻ ആരുണ്ട്? നമ്മളുടെ കൂടെ ദൈവമുണ്ട്. ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്. നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കുന്ന, നമ്മളെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ ആ മഹനീയ സാന്നിധ്യം, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആ ശക്തി, അതൊക്കെയാണ് ഈ 5 പുസ്തകങ്ങളിൽ വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഈ 5 പുസ്തകങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇനിയത്തെ പുസ്തകങ്ങൾ ഗ്രഹിക്കാൻ എളുപ്പമുണ്ട്. ഇനിയുള്ള ആശയങ്ങളും
വെളിപ്പാട് പുസ്തകം വരെയും ഈ അടിസ്ഥാനത്തിലാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് ജെനിസിസ് സീഡ് പ്ലോട്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞത്. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെല്ലാം കിടക്കുന്നത് ഈ 5 പുസ്തകങ്ങളിലാണ്. അതിലാണ് ബാക്കിയെല്ലാം പണിത് ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർക്കുകയും ഇത്ര സ്നേഹത്തോടെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവത്തിന് നന്ദി പറയുകയും ഈ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ക്ലാസ് മുതൽ ജോഷുവയുടെ പുസ്തകം മുതലുള്ള പുസ്തകങ്ങൾ പഠിക്കുവാനായിട്ട് നമുക്ക് നമ്മളതിനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.